ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിലെ നാളത്തെ അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സേതു ആണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി അകത്ത് കയറി പോകുന്നുണ്ട്. ലക്ഷ്മി ആണെങ്കിൽ സേതുവിനോട് പറയണ്ടേ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി പോകാൻ പോകുമ്പോൾ സേതു ലക്ഷ്മിയുടെ കയ്യിലേക്ക് പിടിച്ച് പറയണ്ട്, അമ്മ അങ്ങനെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല. എൻ്റെ മറ്റൊരു അമ്മയും കൂടപ്പിറപ്പുകളാണ് പുറത്ത് നിൽക്കുന്നത്. അവരങ്ങനെ പുറത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. അവർക്കും ഈ വീട്ടിലൊരു അവകാശമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, എന്ത് അവകാശമാടാ അവർക്കുള്ളത്? നിന്റെ അച്ഛനെ കറക്റ്റ് എടുത്തോളാം ആ പൂർണിമ. എന്നിട്ട് ഈ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ നോക്കിയതാ. എന്നിട്ട് എൻ്റെ മകനായിട്ടുള്ള നിന്നെ വെച്ചിട്ട് അവള് കളിക്കുവാണ് മനഃപൂർവ്വം. അവളുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ആ പൂർണിമ നിന്നെ കാണുന്നത് എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴേക്കും സേതു പറയുന്നുണ്ട്, വെറുതെ അനാവശ്യം പറയരുത് നിങ്ങൾ എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ പല്ലവി പറയണ്ട, അമ്മ വിചാരിക്കുന്ന പോലല്ല, പൂർണിമാമ അത്രക്കാരിയല്ല, നല്ലൊരു അമ്മയാണ് എന്ന് പറയുമ്പോഴേക്കും പിന്നെ നല്ലൊരു അമ്മ അവളുടെ സ്വഭാവം എന്താന്നൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. ദേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവളെയും അവളുടെ 3 മക്കളെയും മരുമക്കളെയും ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല. അങ്ങനെ ഇനി ഒരിക്കലും ഇവിടെ കയറാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ഇനിയിപ്പോ ഈ സ്വത്തുക്കളോ അതുപോലെ തന്നെ ഈ ഭൂമിയോ ഒന്നും അവർക്ക് അവകാശപ്പെട്ടതല്ല. 10 പൈസ ഞാൻ അവർക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോഴേക്കും സേതു പറയണ്ടേ, അമ്മയുടെ 10 പൈസയും ഒന്നും അവർക്ക് വേണ്ട. പക്ഷെ ഈ വീടും സ്ഥലവും ശരിക്കും പറഞ്ഞാൽ അച്ഛൻ അവരുടെ പേരിലും എൻ്റെ പേരിലും എഴുതി തന്നതാണ്. ആ പ്രമാണമാണ് അമ്മ മാറ്റിയേക്കുന്നത്. അത് അമ്മ എന്ത് കള്ളത്തരം കാണിച്ചാൽ മാറ്റിയതൊന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ കാണിക്കുന്നത് വലിയ 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 തെറ്റാണ്. അമ്മ കാണിക്കുന്നത് വലിയ ദ്രോഹമാണ്. അമ്മക്കറിയാവോ, ഒരു സമയത്ത് ഞാൻ അമ്മേനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. അമ്മ എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് കണ്ണ് നിറയുമായിരുന്നു. ആ സമയത്ത് ഈ പൂർണിമ അമ്മയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. ആ ദേഷ്യവും വെറുപ്പൊക്കെ ഞാൻ അവരോട് കാണിക്കുകയും ചെയ്യായിരുന്നു. അവരെൻ്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാൻ വരുമ്പോഴൊക്കെ തന്നെ ഞാൻ അവരുടെ ദേഷ്യത്തോട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. പിന്നീടാണ് എനിക്ക് ആ അമ്മയുടെ നന്മ മനസ്സിലായത്. ആ അമ്മയുടെ കൂടെ കൂടിയത് ശേഷമാണ് എനിക്ക് നല്ലത് മാത്രം സംഭവിച്ചതെന്ന് പറയുമ്പോൾ, അവളെ മനഃപൂർവ്വം നിന്നെ കൂടെ കൂട്ടിയതാണ്. അവൾക്കറിയാം ആ കിളവൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവളുടെ 3 പെൺമക്കളും എന്തൊക്കെ പറഞ്ഞാലും ഒരു ആങ്ങളുടെ സ്ഥാനത്ത് ഒരാൾ വേണമല്ലോ. അതിനു വേണ്ടി നിന്നെ മനഃപൂർവ്വം അവരവിടെ വെക്കണതാടാ. അല്ലാതെ നിന്നോട് ഒരു സ്നേഹവും ആ പൂർണിമക്കില്ല. ആ പൂർണിമക്ക് ആ 3 മക്കളോട് മാത്രമേ സ്നേഹമുള്ളൂ. നിന്നോട് ഒരു സ്നേഹവും ഇല്ല. നിന്നിപ്പോഴും ഭർത്താവിന്റെ ആദ്യം ഭാര്യയിലുള്ള മകനായിട്ട് മാത്രമേ അവര് കാണുന്നുള്ളൂ. അമ്മേ, ദേ, നിങ്ങളെക്കാളും മുമ്പ് ഞാൻ അമ്മ എന്ന് വിളിച്ചത് പൂർണിമാമ്മേനെയാണ്. ഒരിക്കലും അവരെ പുറത്താക്കാനും അവരുടെ മക്കളെ പുറത്താക്കാനും ഞാൻ സമ്മതിക്കില്ല. ആ 3 പെൺമക്കളെന്ന് അമ്മ പറഞ്ഞില്ലേ, അതെന്റെ അനിയത്തിമാരാണമ്മേ. എൻ്റെ ശരീരത്തിൽ ഓടുന്ന അതേ രക്തം തന്നെയാണ് അവരുടെ ശരീരത്തിൽ ഓടുന്നത്. ദേ സേതു, എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. അമ്മക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരാം. അമ്മ ശരിക്കും ആലോചിച്ചു ഒരു തീരുമാനം എടുക്ക്. എന്നിട്ട് പല്ലവി, വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറയണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സേതു ചോദിക്കണ്ട, അമ്മയുടെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ഉണ്ട് എന്ന് പറയാണ്. എങ്കിൽ അമ്മ എല്ലാവരോടായിട്ട് ആ തീരുമാനം പറ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് നമ്മുടെ സേതു. ആ സമയത്ത് അവിടെ പൂർണിമയുണ്ട്, അച്ചു, ഋതിക എല്ലാവരും നിൽക്കാട്ടോ, ഇന്ദ്രനുണ്ട്, ഹരി എല്ലാവരും ഉണ്ട് അവിടെ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി, അതെ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും എല്ലാവരും വിചാരിക്കും വരെ വീണ്ടും കയറ്റാനായിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ വിചാരിക്കും, ഇവരുടെ സ്വഭാവത്തിൽ എന്ത് പറ്റി, ഒരു മാറ്റം പോലെ എന്നൊക്കെ വിചാരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, അതെ, എൻ്റെ മകൻ സേതും അവന്റെ ഭാര്യ പല്ലവിയും ഈ വീട്ടിൽ നിൽക്കണതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ മറ്റാർക്കും നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് പോകാൻ നോക്ക്. എൻ്റെ മോന്റെ സ്വഭാവം എനിക്കെതിരെ തിരിച്ചതിന് പൂർണിമേ നീ അനുഭവിക്കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അകത്തേക്ക് കയറാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ സേതു പറഞ്ഞിട്ട്, ഈശ്വര, ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? പൂർണിമാമ്മ, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടല്ല അമ്മ അങ്ങനെ പറഞ്ഞത്. അമ്മ നിങ്ങൾക്കെതിരെ നല്ലൊരു തീരുമാനം എടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം. അപ്പോഴേ കുറുപ്പമാവൻ പറയുന്നുണ്ട്, സേതു മോനെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സേതുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് സേതു അടുത്ത് കുറുപ്പമാവൻ മാറ്റി നിർത്തി പറയുന്നുണ്ട്, നോക്ക്, ഇപ്പൊ നീ അമ്മേനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അറിയാലോ ലക്ഷ്മിയുടെ സ്വഭാവം. നിന്നെക്കാളും മുമ്പേ ലക്ഷ്മിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പിടിവാശിക്കാരിയാ. എന്തൊക്കെ പറഞ്ഞാലും അവരവരുടെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, പൂർണിമയും മക്കളും സൽക്കാലം എൻ്റെ വീട്ടിലേക്ക് വരട്ടെ. അയ്യോ കുറുപ്പുമാമ, അത് നീ പേടിക്കണ്ടെന്നേ, ഒരു പ്രശ്നവുമില്ല. പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ നിൽക്ക്. പല്ലവി മോളെ, നീയും സേതുവിന്റെ കൂടെ നിൽക്കണം. അയ്യോ, ഈ വീട്ടിലോ? ഞാനില്ല കുറുപ്പുമാവ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പൂർണിമാമ്മയുടെ കൂടെ പോയിക്കോളാം. മോളെ പറയണ കേക്ക്, സേതുവിന് സപ്പോർട്ടായിട്ട് നീ ഈ വീട്ടിൽ വേണം. എന്നിട്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അമ്മയുടെ മനസ്സ് മാറ്റണം. അതേ നടക്കുള്ളൂ. അമ്മയുടെ തറവാട്ടിലേക്ക് തന്നെ സംസാരിപ്പിച്ചു വിടണം. അല്ലാതെ ഒന്നും നടക്കില്ല. ലക്ഷ്മിയുടെ
സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ടാണ് മക്കളെ ഞാൻ പറയണത്. അതുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ലക്ഷ്മിയുടെ കൂടെ നിങ്ങൾ നിൽക്കണം. പൂർണിമയുടെ മക്കളുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട മോനെ, അത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ കുറുപ്പമാവൻ പറയാണ്. ശേഷം പൂർണിമയും മക്കളേനെയും കുറുപ്പമാവൻ കൊണ്ടുപോവാട്ടോ. പല്ലവി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും കുറുപ്പ് പറയുന്നുണ്ട്, നീ ഇവിടെ തന്നെ നിൽക്ക്, സേതുവിന്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി പറയണം. അങ്ങനെ സേതുവും അതുപോലെ തന്നെ പല്ലവിയും കൂടി അമ്മയുടെ കൂടെ ആ തറവാട്ടിൽ നിൽക്കാട്ടോ. സേതുക്കാണെങ്കിൽ സ്വന്തം അമ്മേനെ വിട്ട് കളയാനും പറ്റുന്നില്ല, പക്ഷെ അമ്മയുടെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പിന്നീട് കാണിക്കുന്ന പാറുവിനെയാണ്. പാറുവിന്റെ ഡോക്ടറെ പോയി കാണാൻ വേണ്ടി തന്നെയാണ് രാജലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. ഡോക്ടറെ കണ്ട് ഡോക്ടർ വരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ രാജലക്ഷ്മി പോവാണ്, കൂടെ പാറുണ്ട്. കുറെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാജലക്ഷ്മി അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട്, കൊച്ചിന്റെ കാര്യം കുറച്ചൊരു പ്രശ്നത്തിലാണ്, പേടിക്കാനൊന്നുമില്ല, എങ്കിലും നന്നായിട്ട് സൂക്ഷിക്കണം. പാറു വീണത് നല്ല രീതിയിൽ തന്നെ വയറടിച്ചാണ് വീണിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഒന്നും പറയാൻ സാധിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക, റെസ്റ്റ് എടുക്കട്ടെ, പിന്നെ പറ്റുമെങ്കിൽ പരമാവധി ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ രാജലക്ഷ്മി അടുത്ത് പറയണം. അപ്പോ പാറുവിനോട് ഇതൊന്നും പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് രാജലക്ഷ്മി പറയണത്. പക്ഷെ രാജലക്ഷ്മി ഇങ്ങനെ വീട്ടിലെത്തിന് ശേഷം ആലോചിക്കുകയാണ്. പാറു മുകളിൽ പോയെന്ന് പറഞ്ഞു, ഇന്ദ്രനെ കണ്ട് ചായ കൊടുത്തെന്നും പറയുന്നുണ്ട്. പിന്നീട് പാറുക്കൊന്നും ഓർമ്മയില്ല. അവൾ മയങ്ങിയാണ് നിലത്തേക്ക് വന്നത്. സ്ലിപ്പായിട്ട് തന്നെ വീണതാണോ അതോ വേറെന്തെങ്കിലും ഇതിന് പുറകെ നടന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ രാജലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് രാജലക്ഷ്മി ആ സ്റ്റെപ്പിലൊക്കെ ഒന്ന് പോയി നോക്കുവാട്ടോ. അവിടെ എണ്ണയുടെ ചെറിയ പാടുകൾ കിടക്കുന്നതായിട്ട് രാജലക്ഷ്മിക്ക് കാണുന്നുണ്ട്. ഈശ്വര, എണ്ണയിലേക്ക് കിടക്കുന്നത് ആരെ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചത്? അപ്പോൾ ഞാൻ വിചാരിച്ചത് തെറ്റിയില്ല, ഇന്ദ്രൻ തന്നെയാ ഇതിന് പുറകില്. അവൻ മനഃപൂർവ്വം എണ്ണ ഒഴിച്ച് പാറുവിനോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ശേഷം പാറുവിക്ക് മയക്കണ എന്തോ കൊടുത്ത് അവള് സ്റ്റെപ്പിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടുകൊണ്ടിട്ടാണ് അവൻ ഇവിടുന്ന് പോയത്. ഇതിപ്പോ പാറുവും അതുപോലെ തന്നെ വിശ്വനെങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു. പക്ഷെ ഇത് പറയാതിരിക്കാനും സാധിക്കില്ല. കാരണം എന്തൊക്കെ പറയാലോ, പാറുവിന്റെ വയറ്റിലുള്ളത് എന്റെ കൊച്ചുമകൾ തന്നെയാണ്. ഋതുവിന്റെ വയറ്റിലുള്ള പോലെ തന്നെ എന്റെ പേരക്കുട്ടി തന്നെയാണ് പാറുവിന്റെ വയറ്റിലും. ആ കുഞ്ഞിനെയാണ് അവൻ ഇല്ലാതാക്കിയത്. അതെനിക്ക് സഹിക്കാൻ സാധിക്കില്ല. ഈ കാര്യം വിഷ്ണുനോട് പറയണേക്കാളും നല്ലത് ഇത് പറയേണ്ടത് പല്ലവിയുടെ സേതുവിനോടാണ് എന്ന് രാജലക്ഷ്മി മനസ്സിലാക്കാണ്. അങ്ങനെ പല്ലവിയെടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഇന്ദ്രൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, നീ ഇപ്പൊ ഇതായിട്ട് പറയരുത്, കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല മോളെ, ഡോക്ടർ പറഞ്ഞത് പോണിടത്തോളം പോട്ടെ, നമുക്ക് നോക്കാം, ദൈവത്തിനെ വിളിക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഇത് പാറുവും വിഷുവിനൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ഇതിനെ പിന്നിൽ ഇന്ദ്രനാണ്. അത് ഈ ആഴ്ച അറിയാൻ സാധിക്കും. ഇന്ദ്രനാണ് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്, ഇന്ദ്രനാണെന്നൊക്കെ അറിയുന്നുണ്ട്. പിന്നെ വിഷുവിനും ഇന്ദ്രനും തമ്മിൽ അടിയും വഴക്കാരിക്കൊന്നും അറിയാലോ. എന്തായാലും പാറുവിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ഇതിനെ പിന്നിൽ ഇന്ദ്രനാണെന്ന് തന്നെ അറിയും. ഇന്ദ്രനാണെന്ന് അറിയുക മാത്രമല്ല, ഇന്ദ്രൻ ശിക്ഷ വിശ്വനും പാറുവും കൊടുക്കുകയും ചെയ്യും. പിന്നെ ഋതുയുടെ കാര്യം പറയും കേട്ടോ. പാറുവിനെ ഇങ്ങനത്തെ ഒരു അപകടപ്പെടുത്തിയത് ഇന്ദ്രനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഋതു തീർച്ചയായിട്ടും ഇന്ദ്രൻ നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കും. എന്തായാലും ഇന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ സേതുവിന്റെ അമ്മ ലക്ഷ്മിയും തമ്മിലുള്ള ഡീലിങ്ങും കാര്യങ്ങളൊക്കെ സേതു അറിയുന്ന ഭാഗവും നമുക്ക് ഈ ആഴ്ച തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.